കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും സ്മൂത്തായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എല്ലാ നേതാക്കളും പ്രവർത്തകരും ഒരു മനസ്സോടെ രംഗത്തിറങ്ങി പ്രവർത്തിക്കുകയാണ്. റിബലുകൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചത്. ഇത്തവണ റിബലുകളുടെ ശല്യം വളരെ കുറവാണ്. എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവർ മിക്കവാറും എല്ലാവരും പിൻവലിച്ചു. ഇനിയും റിബലുകൾ ആയി നിൽക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് തീർച്ചയായിട്ടും സസ്പെൻഡ് ചെയ്യും. അവർക്കിനും പാർട്ടിയിൽ സ്ഥാനം ഉണ്ടാവില്ല, അവരെ തിരിച്ചെടുക്കത്തുമില്ല. അതുകൊണ്ട് പാർട്ടിക്ക് ശക്തമായ പിന്തുണ നൽകി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും വിഡ്രോ ചെയ്യണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പരമാവധി ആളുകൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല മത്സരമാണ് നടക്കുന്നത്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനനുസരിച്ചാണ് പഞ്ചായത്തിലും ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. UDFന് വലിയ ആത്മവിശ്വാസമുണ്ട്. വൻതോതിലുള്ള വിജയമുണ്ടാകും. ഞാൻ KPCC പ്രസിഡൻ്റായിരുന്ന കാലത്ത് ആണ് 2010 70% പഞ്ചായത്തുകൾ അന്ന് പിടിച്ചെടുത്തത്, വിജയിച്ചത്. അതേപോലൊരു വിജയം, അതിനേക്കാൾ വലിയ വിജയം ഇത്തവണ ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതെല്ലാം പരിഹരിച്ചു. അവരുമായിട്ടെല്ലാം സംസാരിച്ചു. ആലപ്പുഴ ജില്ലയിൽ തന്നെ ചില പരാതി ഉണ്ടായി, അതെല്ലാം ഞങ്ങൾ പരിഹരിച്ചു. UDF ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ആലപ്പുഴയിൽ UDF BJP ധാരണയുണ്ടെന്നും CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ആണ് ധാരണയെന്നുമാണ് ഇന്നലെ MV ഗോവിന്ദൻ ആലപ്പുഴയിൽ പറഞ്ഞത്. ഗോവിന്ദൻ മാസ്റ്റർ അത് അദ്ദേഹവും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള കൂട്ടുകെട്ട് മറച്ചു വെക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളപ്രചരണമാണ്. ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ എവിടെയാണ് മത്സരിക്കാത്തത്? ഞങ്ങൾ എല്ലായിടത്തും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതുകൊണ്ട് അത് ജനങ്ങൾ തന്നെ അത് തള്ളിക്കളയും. ഞങ്ങൾ UDF ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയാണ്. ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. എല്ലായിടത്തും സ്ഥാനാർത്ഥി നടത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും BJPയും CPMും തമ്മിലാണ് അന്തർധാര വളരെ വ്യക്തമാണ്. SDPI ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ് മറ്റൊരു ആരോപണം. SDPI ജമാഅത്തെയൊക്കെ എല്ലാ കാലത്തും CPMന്റെ കൂടെ ആയിരുന്നു. അത് അദ്ദേഹം മറച്ചു വെക്കുകയാണ്. ജമാഅത്തിൻ്റെയും SDPIയുടെയും പിന്തുണ തേടിയാണ് CPMന്റെ പല സ്ഥാനാർത്ഥികളും ജയിച്ചിട്ടുള്ളത്. അത് മറച്ചു വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്.